കണ്ണിന്റെ ഷേപ്പ് വരയ്ക്കാനോ സെക്യൂർ ബൈക്ക് എങ്കിൽ ആ ഒരു ഒറ്റ ഷേപ്പ് വെച്ചിട്ട് ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഡിസൈൻ പഠിപ്പിച്ചിട്ടെ നമ്മുടെ കൈയുടെ ഏകദേശം മിഡിലായിട്ട് ഒരു കണ്ണിന്റെ ഷേപ്പ് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം. ഈ കണ്ണിന്റെ ഷേപ്പ് കിട്ടണമെങ്കിൽ രണ്ട് കേഴ്സ് ഇതുപോലെ അങ്ങ് കണക്ട് ആക്കിയാൽ മതി. ഇത് വരയ്ക്കുമ്പോൾ ബാക്കിയുള്ളതിനേക്കാളും കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കണേ. എന്നിട്ട് ഇതിന്റെ രണ്ട് സൈഡിലേക്ക് ഇതിന്റെ തൊട്ട് ചെറുതോടെ വരച്ചു കൊടുക്കുക. വരച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരയ്ക്കണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വരച്ചു കൊടുത്താൽ എന്നിട്ട് നമ്മൾ ആദ്യം വരച്ച കണ്ണിന്റെ ഷേപ്പ് ഇല്ലേ അതിന്റെ തൊട്ട് താഴോട്ടായിട്ട് ഒരു ചെറിയ കണ്ണിന്റെ ഷേപ്പോടെ അങ്ങ് വരച്ചു കൊടുക്കും. നമ്മൾ ആദ്യം വരച്ച 3 കണ്ണില്ലേ അതിന്റെ ഗ്യാപ്പ് ഒന്ന് ഫിൽ ആക്കാൻ വേണ്ടി അതിന്റെ രണ്ട് സൈഡിലേക്ക് ഞാൻ ഓരോ കണ്ണോടെ വരച്ചു കൊടുക്കുന്നത്. പരിപാടി എനിക്കില്ല, താഴോട്ടും കൂടി രണ്ടെണ്ണോടെ വരച്ചു കൊടുക്കുക. ഇത്രയും വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും. ഇനി നമ്മൾ വരച്ചേക്കുന്ന എല്ലാ ബോർഡേഴ്സും ഇതുപോലെ ഒന്ന് ഫിൽ ആയി കൊടുക്കുക. ഇനി ഫിൽ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളൊരു എലമെന്റ് ഫിൽ ആയി കൊടുക്കുമ്പോൾ അതിന് കളർ അടിക്കുന്ന പോലെ ഫിൽ ആക്കരുത്. പകരം നല്ലോണം ഹെന്നക്കൊണ്ട് പ്രഷർ അപ്ലൈ ചെയ്ത് വേണം ഫിൽ ആക്കാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റെയിൻ വരുമ്പോഴേക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. ഇത്രയും വരച്ച് കഴിയുമ്പോഴേക്ക് സംഭവം ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടില്ലേ? അതായത് ഞാൻ പറഞ്ഞു വന്നത് കണ്ണിന്റെ ഷേപ്പ് വരച്ച് ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു താമരയാണ് വരപ്പിച്ചേക്കുന്നത്. ഇനി ഇതിനെ ഒന്നോടെ ഒന്ന് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ഡോട്ട്സോടെ ഇട്ട് കൊടുക്കാം. പിന്നെ താഴേക്കുള്ള ഡോട്ട്സ് ഇടുമ്പോൾ വലുതീന്ന് ചെറുതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചെറിയൊരു പരിപാടി കൂടെ ബാക്കിയുണ്ട്. നമ്മളിപ്പോ വരച്ചു നിർത്തിക്കുന്ന സംഭവം ഇല്ലേ അവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പ് മേളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ 3 കണ്ണോടെ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിനങ്ങ് ഫിൽ ആക്കാം. ഇനി ഈ സെയിം സംഭവം തന്നെ മേളിലേക്ക് അങ്ങ് റിപ്പീറ്റ് ചെയ്യാം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പൊ വരച്ചേക്കുന്നതിന് 3 കണ്ണ് ഫിൽ ആക്കിയില്ലേ അടുത്ത 3 സെറ്റില് മിഡിലെ മാത്രം ഫിൽ ആക്കിയാൽ മതി. ഇതിന്റെ തൊട്ടടുത്ത് വരയ്ക്കുമ്പോൾ 3 കൂടെ ഫിൽ ആക്കാം. അങ്ങനെ എനിക്ക് ഈ ഹാൻഡിൽ 4 സെറ്റ് വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 4 സെറ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും വരച്ചാൽ നമ്മുടെ പരിപാടി. അപ്പൊ ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഈ ഓണത്തിന് ഇതൊന്ന് ഇട്ട് നോക്കിയാൽ കേമായിരിക്കും. എന്തായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ബൈ.